കാനറ ബാങ്കിന്റെ ATM കൗണ്ടറിൽ ചെന്നിട്ട് അവിടെ അവർ സ്ഥാപിച്ചിരിക്കുന്ന CDMലൂടെ കാനറ ബാങ്കിന്റെ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാനറ ബാങ്കിന്റെ CDMനെ കൂടാതെ നമുക്ക് കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ഹിറ്റാച്ചി ATMലൂടെയും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം തമ്പനെയിലായിട്ടും വരുന്നതാണ്. ഇവയിൽ പ്രസ് ചെയ്ത് ആ വീഡിയോയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാനറ ബാങ്കിന്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കാനറ ബാങ്കിന്റെ ATMൽ പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അധിക പേർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടാനായിട്ട് വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി നമുക്ക് നേരെ കാനറ ബാങ്കിന്റെ ATM കൗണ്ടറിലേക്ക് പോകാം. ഇതാണ് കാനറ ബാങ്കിന്റെ CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. കാനറ ബാങ്കിന്റെ ചില CDMകളിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് മെഷീനിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് വരുന്ന സ്ക്രീനിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അത് എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ ATMനും CDMനുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ATMലൂടെ നമ്മുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ CDMലൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. ATMനെയും CDMനെയും കുറിച്ച് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ക്രീൻ ടച്ച് സ്ക്രീനാണ്. കൂടാതെ ഈ സ്ക്രീനിന്റെ രണ്ട് വശങ്ങളിലുമായിട്ട് 4 ബട്ടണുകൾ വീതം ഉണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളുടെ നേരെ സൈഡിലായി വരുന്ന ബട്ടണുകൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഓപ്ഷനുകൾക്ക് മുകളിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് സ്ക്രീനിന്റെ നേരെ താഴെയായി വരുന്ന ഈ ഭാഗമാണ് മെഷീനിന്റെ ക്യാഷ് മൗത്ത് അഥവാ ക്യാഷ് സ്ലോട്ട്. അപ്പൊ ഈ ക്യാഷ് മൗത്തിലൂടെയാണ് മെഷീനിൽ നിന്ന് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് പുറത്തേക്ക് വരിക. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് വെച്ചു കൊടുക്കേണ്ടതും ഈ ഭാഗത്തിലൂടെയാണ്. ഇനി അതിന്റെ നേരെ താഴെയായി കാണുന്ന ഈ ഭാഗമാണ് മെഷീനിന്റെ കീപാഡ്. അപ്പൊ ഈ കീപാഡിൽ 0 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. നമ്മുടെ ATM കാർഡിന്റെ പിൻ നമ്പർ, ക്യാഷ്, ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലുള്ളവയൊക്കെ ഇതിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഭാഗത്തിലൂടെയാണ് നമ്മുടെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇനി അതിന്റെ മുകളിലായി കാണുന്ന ഈ ഭാഗത്തുകൂടെയാണ് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനുള്ള റെസിപ്റ്റ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ATMനും CDMനും ഉള്ളത്. അപ്പൊ ഇനി ഇതിൽ എങ്ങനെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മുടെ കാനറ ബാങ്കിന്റെ ATM കാർഡ് ഇതാ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് ATM കാർഡിന്റെ ആ ചിപ്പ് ഭാഗം ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻസർട്ട് ചെയ്യാൻ. അങ്ങനെ ഇൻസർട്ട് ചെയ്ത ശേഷം കാർഡ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം കാണിക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ 4 ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഓപ്ഷനുകളിൽ ഞാൻ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആ ഇംഗ്ലീഷ് എന്ന ഓപ്ഷന്റെ മുകളിൽ പ്രസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഇത് ടച്ച് സ്ക്രീനുമാണ്, അതുകൊണ്ട് ടച്ച് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഭാഷ സെലക്ട് ചെയ്തതും തന്നെ ഞാൻ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡിന്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ATM കാർഡിന്റെ പിൻ നമ്പർ എന്ന് പറയുന്ന ഉച്ചാരണം തെറ്റാണ്. പിൻ എന്നേ പറയാവൂ. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ ATM കാർഡിന്റെ 4 അക്ക പിൻ അഥവാ പാസ്വേഡ് മെഷീനിന്റെ കീപാഡിൽ ഇതുപോലെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ അടുത്ത സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ മൊത്തം 7 ഓപ്ഷനുകളാണ് ഉള്ളത്. അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഓപ്ഷനുകളിൽ നടുവിലായി കാണുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ ക്യാഷ് ഡെപ്പോസിറ്റിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കണ്ടിന്യൂ, ക്യാൻസൽ തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ ക്യാൻസൽ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആകും. എന്നിട്ട് നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആ കണ്ടിന്യൂ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ കണ്ടിന്യൂ എന്ന ഓപ്ഷന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ
അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത്. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ സേവിങ്സ്, കറന്റ് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പൊ സേവിങ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവർ മാത്രം ആ കറന്റ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അല്ലാത്തവരൊക്കെ സേവിങ്സ് ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ സേവിങ്സ് എന്നതിന് മുകളിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് ഞാൻ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡുമായി ബന്ധപ്പെട്ട കനറ ബാങ്കിലെ അക്കൗണ്ടിന്റെ ആ അക്കൗണ്ട് ഹോൾഡറുടെ നെയിമും ആ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെയാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ക്രീനിൽ അങ്ങനെ കാണിക്കുന്നത്. എന്തായാലും നമ്മൾ ഇൻസർട്ട് ചെയ്യുന്ന കാർഡിന്റെ തന്നെയാണ് ഇങ്ങനെ കാണിക്കുക. അപ്പൊ അത് കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെ കൺഫേം, ക്യാൻസൽ തുടങ്ങിയ 2 ബട്ടണുകൾ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആകും. അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ കൺഫേം എന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് ഡെപ്പോസിറ്റ്, ക്യാൻസൽ തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെഷീനിന്റെ ഈ ക്യാഷ് മൗത്ത് ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ ക്യാഷ് മൗത്തിനകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന കറൻസികളുടെ ആകെ എണ്ണം 200 ആണ്. അത് നമുക്ക് 500ന്റെ കറൻസികൾ മാത്രമായിട്ടോ 200ന്റെ മാത്രമായിട്ടോ 100ന്റെ മാത്രമായിട്ടോ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 500ഉം 200ഉം 100ഉം മിക്സ് ചെയ്തും നമുക്ക് വെച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ എങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിലും 200 കറൻസികളെ ആകെ വെക്കാവൂ. അതിൽ കൂടുതൽ കറൻസികൾ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വെച്ച കറൻസികൾ റിട്ടേൺ വരുന്നതാണ്. അതേപോലെ 500ന്റെ 200 കറൻസികൾ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആകെ സംഖ്യ എത്രയാണ്? 500 × 200 1 ലക്ഷമാണ്. അപ്പൊ നമുക്ക് ഒരു തവണ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ക്യാഷ് വെച്ചു കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 1 ലക്ഷം രൂപ വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കൂടുതൽ ക്യാഷ് നമുക്ക് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ സംഖ്യ നമുക്ക് വീണ്ടും അടുത്ത ട്രാൻസാക്ഷനിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ കറൻസികളെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇതിലേക്ക് 500ന്റെ 20,000 രൂപയ്ക്കുള്ള കറൻസികൾ വെച്ചു കൊടുക്കുകയാണ്. അതായത് 40 500ന്റെ കറൻസികൾ വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ക്യാഷ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ചാണ് വെക്കേണ്ടത് കേട്ടോ. അല്ലാതെ കുത്തനെയോ കിടത്തിയോ ഒന്നും വെക്കരുത്. ഇതുപോലെ ചെരിച്ച് വെച്ചു കൊടുക്കുക. അങ്ങനെ ക്യാഷ് വെച്ചു കൊടുത്തതും തന്നെ അതിന്റെ ക്യാഷ് മൗത്ത് ഇതുപോലെ അടയുന്നതാണ്. എന്നിട്ട് മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ക്യാഷ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാ ഇവിടെ ക്യാഷ് മൗത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ 2 കറൻസികൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെച്ചു കൊടുക്കുന്ന കറൻസികൾ മടങ്ങിയതോ ചുക്കിച്ചുളിഞ്ഞതോ അല്ലെങ്കിൽ കറയുള്ളതോ കീറിയതോ ഒട്ടിച്ചതോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ റിട്ടേൺ വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ തന്നെ ക്യാഷ് മൗത്ത് വീണ്ടും അടയുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ റിട്ടേൺ വന്ന ആ കറൻസികൾ ഒഴിച്ച് ബാക്കി എത്ര കറൻസിയാണോ അകത്ത് കയറിയിരിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതിന് താഴെ 3 ഓപ്ഷനുകളുണ്ട്. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കണ്ടിന്യൂ, ക്യാൻസൽ തുടങ്ങിയ 2 ഓപ്ഷനുകൾ കാണുന്നില്ലേ? അതിൽ ക്യാൻസലിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്ന കറൻസികൾ മൊത്തമായിട്ട് ആ ക്യാഷ് മൗത്തിലൂടെ റിട്ടേൺ വരുന്നതാണ്. അത് നമുക്ക് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അല്ല ആ കണ്ടിന്യൂ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്ന ആ ക്യാഷ് മൊത്തമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നതാണ്. പക്ഷേ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ആഡ് മോർ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ മെഷീനകത്തേക്ക് കയറിപ്പോയിരിക്കുന്ന ക്യാഷിനെ കൂടാതെ കൂടുതൽ കറൻസികൾ നമുക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ ആ ആഡ് മോർ ക്യാഷ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ക്യാഷ് മൗത്ത് ഓപ്പൺ ആവുന്നതാണ്. അതിലേക്ക് കൂടുതൽ ക്യാഷ് നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ ആഡ് മോർ ക്യാഷിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ആ ക്യാഷ് മൗത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ റിട്ടേൺ വന്ന 2 നോട്ടുകൾക്ക് പകരം വേറെ നോട്ടുകൾ വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് റിട്ടേൺ വരുന്ന നോട്ടുകൾ മടങ്ങിയതൊക്കെ ആണെങ്കിൽ ആ മടക്കൊക്കെ നിവർത്തിയിട്ട് വീണ്ടും വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ക്യാഷ് കയറിപ്പോകും. അങ്ങനെ കയറി പോകുന്നില്ലെങ്കിൽ വീണ്ടും റിട്ടേൺ വരുന്നതാണ്. പകരം നല്ല നോട്ടുകൾ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കയറിപ്പോയിരിക്കുന്ന ക്യാഷ് മാത്രമായിട്ട് കണ്ടിന്യൂവിൽ പ്രസ് ചെയ്ത് ഡെപ്പോസിറ്റും ചെയ്യാം. അപ്പൊ ഞാൻ 2 കറൻസികൾ വെച്ചു കൊടുത്തു. ഇപ്പൊ ക്യാഷ് മൗത്ത് ക്ലോസ് ആയി. ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്ത ക്യാഷിനെയും കൗണ്ട് ചെയ്ത ശേഷം ഇപ്പൊ സ്ക്രീനിൽ ടോട്ടൽ എത്ര സംഖ്യയാണ് അകത്തേക്ക് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അങ്ങനെ 20,000 രൂപ ഞാനിപ്പോ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക്
ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ആ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ യുവർ എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു. അതോടൊപ്പം മെഷീനിന്റെ റെസിപ്റ്റ് വരുന്ന ഭാഗത്ത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ആ ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് കളക്ട് യുവർ കാർഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് കാനറ ബാങ്കിന്റെ CDMൽ കാനറ ബാങ്കിന്റെ തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ATM കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇനി കാനറ ബാങ്കിന്റെ ചില CDMകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് വെച്ചു കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ വരാറുള്ള പ്രശ്നത്തെ കുറിച്ച് പറയാം. ഇതാ ഞാൻ ഇവിടെ ക്യാഷ് വെച്ചു കൊടുക്കുന്നു. വെച്ചു കൊടുത്തും ക്യാഷ് മൗത്ത് അടഞ്ഞതും തന്നെ ക്യാഷ് മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഈ സ്ക്രീനിൽ പ്രത്യേകിച്ച് ഓപ്ഷനുകളൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്യാഷ് വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷനുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം ഈ സ്ക്രീനിന്റെ മുമ്പിൽ അങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അടുത്ത സ്ക്രീൻ വരികയും അതിൽ നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയതായിട്ടും കാണിക്കും. ശരിക്കും ATMന്റെ സോഫ്റ്റ്വെയറിലുള്ള ഒരു പ്രശ്നം തന്നെയാണത്. ഭാവിയിൽ കാനറ ബാങ്ക് അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.